നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടുന്നതെന്ന്? അപ്പോൾ ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് ആ ഒരു രഹസ്യമാണ്. ആദ്യമായി കാണുന്ന ഒരാളുമായി പോലും എങ്ങനെ ഒരു അടിപൊളി ബന്ധം സ്ഥാപിക്കാമെന്ന കല. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അല്ലേ? ചിലരോട് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും വർഷങ്ങളായി അറിയുന്ന പോലെ തോന്നും. എന്നാൽ മറ്റു ചിലരുമായി എത്ര നേരം സംസാരിച്ചാലും ആ ഒരു അടുപ്പം കിട്ടുകയേയില്ല. എന്തായിരിക്കും ഇതിനു പിന്നിലെ ആ ഒരു രഹസ്യം? അതെ, ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ചിലരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസവും ഒരിഷ്ടമൊക്കെ തോന്നുന്നത്, അതേസമയം മറ്റു ചിലരുമായി എത്ര ശ്രമിച്ചാലും ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ പോകുന്നത്? ഇതിന്റെ പിന്നിൽ രസകരമായൊരു സൈക്കോളജിയുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ? അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അതൊരൊറ്റ വാക്കിലൊതുക്കാം: റാപ്പോ. ഒരുപക്ഷെ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ആളുകളുമായി കണക്ട് ചെയ്യുന്നതിന്റെ ലോകത്ത് ഇതൊരു മാജിക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, മറ്റൊരാളുമായി നമ്മൾ മനഃപൂർവ്വം ഒരു സാമ്യമുണ്ടാക്കി ഒരു കണക്ഷൻ സ്ഥാപിക്കുന്ന പ്രോസസ്സാണ് റാപ്പോ. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആർക്കും ജന്മനാ കിട്ടുന്നൊരു കഴിവല്ല, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. അതാണ് ഇതിന്റെ ഒരു ഭംഗി. ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം എന്താണെന്നറിയാമോ? വളരെ സിമ്പിളാണ്. നമ്മളെപ്പോലെയുള്ള ആളുകളെ നമുക്കിഷ്ടമാണ്. നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിന് ഹേ, ഇയാൾ എന്നെപ്പോലെയാണല്ലോ എന്ന് തോന്നിയാൽ മതി. ആ നിമിഷം തന്നെ അവർക്ക് നിങ്ങളോട് ഒരടുപ്പം തോന്നിത്തുടങ്ങും. ഇതാണ് റാപ്പോയുടെ പിന്നിലെ യഥാർത്ഥ രഹസ്യം. ഐഡിയ കൊള്ളാം, അല്ലേ? അപ്പോ ഇത് തിയറിയൊക്കെ ശരി, പക്ഷേ ഇത് എങ്ങനെ പ്രാക്ടിക്കലാക്കും? റാപ്പോ ഉണ്ടാക്കിയെടുക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് മാച്ചിങ്, രണ്ടാമത്തേത് മിററിംഗ്. ഇവ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മാച്ചിങ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ സംസാരത്തിന്റെ രീതിയോ ഒക്കെ പതുക്കെ നമ്മളും ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ മിററിംഗ് കുറച്ചുകൂടി ഡയറക്റ്റാണ്. ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ അവരുടെ ചലനങ്ങൾ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വളരെ സൂക്ഷ്മമായി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കോപ്പി അടിക്കുകയാണെന്ന് അവർക്ക് തോന്നും. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, കൈകൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ. രണ്ടാമത്, അവരുടെ ശബ്ദം, സംസാരിക്കുന്നതിന്റെ സ്പീഡ്, ടോൺ, ശബ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ. പിന്നെ മൂന്നാമത്തേത്, അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ. ചിലരെപ്പോഴും സത്യം പറഞ്ഞാല് എന്നോ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ വാക്കുകൾ നമ്മളും സംസാരത്തിൽ ഉപയോഗിക്കുമ്പോൾ അറിയാതെ ഒരു കണക്ഷൻ ഉണ്ടാവും. ശരി, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം പവർഫുൾ ആണെന്ന് സ്വയം ഒന്ന് അനുഭവിച്ചറിയാൻ ഒരു ചെറിയ ഗെയിം കളിച്ചാലോ? നമുക്കിതിനെ ദ മിററിംഗ് ഗെയിം എന്ന് വിളിക്കാം. ഇത് നിങ്ങൾക്കൊരു സുഹൃത്തിന്റെ കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആദ്യം നിങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ മനഃപൂർവ്വം അവരുടേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പോസ്ചർ എടുക്കുക. ഉദാഹരണത്തിന്, അവർ മുന്നോട്ട് കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം പുറകോട്ട് ചാരിയിരിക്കുക. കുറച്ചുനേരം കഴിഞ്ഞ് അവർ അറിയാതെ പതുക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് മിറർ ചെയ്യാൻ തുടങ്ങുക. അവർ കൈ കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും അതേപോലെ ചെയ്യുക. എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ അവരെ മിറർ ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ ആ സംഭാഷണം കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുന്നതുപോലെ തോന്നും. ഇതൊന്ന് ഉറപ്പായും പരീക്ഷിച്ചു നോക്കണം. റിസൾട്ട് കണ്ട് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ റിയൽ ലൈഫില് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഈ റാപ്പോ എന്ന് പറയുന്ന ആശയം നിങ്ങളുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തില് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ക്ലാസ് മുറികളിൽ ടീച്ചർമാർക്ക് കുട്ടികളുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതുവഴി കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ താൽപ്പര്യം വരും. ഓഫീസിൽ സഹപ്രവർത്തകരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാനും നമ്മുടെ ഐഡിയാസ് അവരെക്കൊണ്ട് സമ്മതിപ്പിക്കാനും ഇത് സഹായിക്കും. ഇനി വീട്ടിലാണെങ്കിലോ, അനാവശ്യ വഴക്കുകൾ ഒഴിവാക്കി എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമായി കാര്യങ്ങൾ തീരുമാനിക്കാനും ഈ ഒരു ചെറിയ ടെക്നീക്ക് മതി. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു ചെറിയ ടാസ്ക് അല്ലെങ്കിൽ ചാലഞ്ച് ഇതാണ്. ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ബോഡി ലാംഗ്വേജ് അവരറിയാതെ വളരെ ചെറുതായി ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, വീട്ടിലുള്ള ആളാവാം, ആരുമാവാം. ആ സംഭാഷണത്തിൽ വരുന്ന ആ ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങൾ തന്നെ നേരിട്ട് അനുഭവിച്ചറിയുക. നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെയുള്ള വിജയം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോ നിങ്ങളുടെ സംഭാഷണങ്ങളെയും ബന്ധങ്ങളെയും ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ റെഡിയാണോ?